ഒടുവിൽ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ പൊൻകിരണം. ഗാസ സമാധാന ഉടമ്പടി പ്രകാരം 7 ബന്ദികളെ മോചിപ്പിച്ചു ഹമാസ്. ബാക്കി 13 പേരെയും ഇന്ന് മോചിപ്പിക്കും. ട്രംപ് ഇസ്രയേലിൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. ട്രംപിന് പരമോന്നത സിവിലിയൻ ബഹുമതി പ്രഖ്യാപിച്ച് ഇസ്രയേൽ. 20 ലോകരാഷ്ട്ര നേതാക്കളുടെ സാന്നിധ്യത്തിലെ ഈജിപ്ത് ഉച്ചകോടി ഉച്ചയ്ക്ക് ശേഷം. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ED സമൻസ് നൽകിയത് ലാവ്ലിൻ കേസിൽ. 2020 കേസിൽ വിവേകിനെ വിളിപ്പിച്ചത് സാക്ഷി എന്ന നിലയിൽ. ED അന്വേഷണം ക്രൈം നന്ദകുമാറിന്റെ പരാതിയിൽ. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം. മരിച്ചത് കൊല്ലം സ്വദേശിയായ പുരുഷൻ. 1.5 മാസത്തിനിടെ 15 മരണം. ഇന്ന് വീണ്ടും രോഗബാധ. രോഗം സ്ഥിരീകരിച്ചത് കണ്ണൂർ സ്വദേശിയായ 3.5 വയസ്സുകാരനും കാസർഗോഡ് സ്വദേശിയായ 6 വയസ്സുകാരനും. കോഴിക്കോട് വടകരയിൽ 4 വയസ്സുകാരി പനി ബാധിച്ചു മരിച്ചു. കരൂർ ദുരന്തം CBI അന്വേഷിക്കും. സുപ്രീംകോടതി ഉത്തരവ് TVKയുടെ ഹർജിയിൽ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അജയ് റസ്തോഗി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. ജോലിക്ക് ഭൂമി കൈക്കൂലി കേസിൽ ലാലു പ്രസാദ് യാദവിന് തിരിച്ചടി. ലാലുവിന്റെ അറിവോടെയാണ് അഴിമതി നീക്കമെന്ന് റോസ് അവന്യൂ കോടതി.